ഇതിപ്പോൾ ഓമയ്ക്ക തോരൻ വെക്കാൻ വേണ്ടിയാണ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ 3 ഓമയ്ക്ക എടുക്കുക, അത് ചെത്തുക, പുറം ചെത്തുക. ഓമയ്ക്കായും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സവാള എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, ഇച്ചിരി ഇഞ്ചി, കരിയാപ്പില, തേങ്ങ ആവശ്യത്തിന് അതിനകത്ത് ഇടാനുള്ളത് റെഡിയായി. തലേദിവസം കുതിർത്ത് വെച്ചിട്ടുള്ള പയർ ആദ്യം നമുക്ക് അടുപ്പത്ത് വെക്കാം. ഓമയ്ക്കാത്തോരൻ ഉണ്ടാക്കാൻ പയറിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ പയർ അടുപ്പത്ത് വെക്കണം. പയറിപ്പം അടുപ്പത്ത് കിടന്ന് നല്ലപോലെ തിളച്ചിട്ടുണ്ട്, വെന്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതിനകത്ത് ഒരു സവാള കൊത്തി അരിഞ്ഞിട്ടിട്ടുണ്ട്, ഇഞ്ചി ചെറിയൊരു കഷ്ണം കൊത്തി അരിഞ്ഞിട്ടുണ്ട്, തേങ്ങായ, അതുപോലെ മഞ്ഞൾപ്പൊടി, ജീരകം, ഉപ്പ്, കറിവേപ്പില, ഇത്രയും കാര്യങ്ങളിട്ടിട്ട് നമ്മളത് നല്ലതായിട്ട് യോജിപ്പിക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഓമയ്ക്ക അതിനകത്തോട്ട് ഇടണം. എന്നിട്ടിത് മിക്സ് ചെയ്യണം. മതി, ആ വെള്ളം എടുത്ത് ഇതിനകത്ത് ഒഴിക്കണം. അത് വേകാൻ വേണ്ടിയാണ് ഈ വെള്ളം ഒഴിക്കുന്നത്. എന്നിട്ടിത് അടച്ച് വെക്കണം. ചെറിയ തീ വേണം ഇട്ട് വേകാൻ. ഇപ്പം ഓമയ്ക്ക തോരൻ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് വറുത്തിടാം. കടുക് വറുത്തത് ഇതിനകത്ത് ഇടണം. ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണം. എല്ലാം കൂടെ യോജിപ്പിക്കാം. പാത്രത്തിലോട്ട് എടുത്ത് വെക്കണം. ഓമയ്ക്ക തോരൻ റെഡി.